എടോ ഈ വെള്ളക്കടലല്ലേ ഇത് വെച്ചിട്ട് ഹമ്മൂസ് അല്ലാണ്ട് വേറെ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഈ ഒരു കടലക്കറി കൂട്ടിയിട്ടോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ഈ കടല വെച്ചിട്ടൊക്കെ ഇത്രയ്ക്ക് അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ക്രീമി ആയിട്ടുള്ള ഈ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെച്ച കടലയിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്ക് ചെയ്ത് ഇനി ഓയിലേക്ക് സ്പൈസസും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതും വേവിച്ച് വെച്ച കുറച്ച് കടലയും ചേർത്ത് ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ പറയാം കേട്ടോ. ഇനി നമുക്കില്ലേ ആ സെയിം പാത്രത്തിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് ഉള്ളിയും ക്യാപ്സിക്കം ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പും വേവിച്ച് വെച്ച കടലയും ചേർത്ത് ഒരു 15 മിനിറ്റെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ കടലയിലേക്ക് ഈ ഗ്രേവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും ചേർത്ത് നല്ല തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാകിസ്ഥാനി സ്റ്റൈലുള്ള കടലക്കറി റെഡി കേട്ടോ. അപ്പോൾ വെള്ളക്കടല ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളും എന്നെപ്പോലെ ഈ കടലക്കറി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമല്ലേ? എന്നാൽ പിന്നെ ഓക്കെ, ബായ്.